കഴിക്കണം. ഇവിടുത്തെ ഐസ്ക്രീം വേണ്ട, ഇത് നമ്മളെ നാട്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ചെയ്യൂലല്ലോ, സാധാ പേപ്പർ മാത്രമല്ലേ കവർ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഈ സാധനം കൂടി കവർ ചെയ്തിട്ട് നല്ല കവറിങ് ആണ് കേട്ടോ. പിസ്തയാണ് ഫ്ലേവർ. എനിക്ക് ഇഷ്ടമൊന്നുമല്ല, എന്നാലും കഴിക്കാം. കോൺ ഉണ്ടല്ലോ, ഈ സാധനം ഉണ്ടല്ലോ, അത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷെ ഇത് അത്ര ക്രിസ്പി അല്ല, അത് ലൂസായിപ്പോയി. ഫ്രിഡ്ജിൽ വെച്ചിട്ടാന്ന് തോന്നുന്നു. എനിക്ക് പിസ്ത ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ടേസ്റ്റ് ഇല്ലെങ്കിൽ വെട്ടി വിഴുങ്ങുന്നുണ്ട്. ഞാൻ കഴിക്കുമ്പില്ലേ എല്ലായിടത്തും ഇങ്ങനെ ഇതുണ്ടാവും. മുമ്പുണ്ടല്ലോ, ഞാൻ ഉണ്ടാവുമ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോകും. അപ്പം ചെറിയ കുട്ടിയാണ്. അപ്പം അമ്മേൻ്റെ വീട്ടിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മേൻ്റെ അനിയത്തിമാർക്കൊക്കെ. അങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മളവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പം അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ എനിക്കാണെങ്കിൽ താല്പര്യം ഉണ്ടാവില്ല. എൻ്റെ അമ്മേനെ അച്ഛനെ ഇങ്ങനെ മിസ്സാവും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, എനിക്കിങ്ങനെ എന്നെ ഹാപ്പിയാക്കാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിത്തരും. അപ്പം നമ്മളെ വീട്ടിലോട്ടേക്ക് എപ്പോഴും ഒരു ഐസ്ക്രീം കൊണ്ടൊരു ഹിന്ദിക്കാരൻ വരാറുണ്ട് കേട്ടോ. പാലൈസ്, സേമിയ ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഏത് ഐസ്ക്രീമിനില്ല. ഇപ്പോൾ അത് കിട്ടാനുമില്ല എവിടെ. അത് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, കാഞ്ഞങ്ങാട്. അത് പാലൈസ്, സേമിയ ഐസ് വേറെ തന്നെ ടേസ്റ്റ്. അത് ആ കാലം തന്നെ തിരിച്ചു വരില്ല. അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് കിട്ടാനുമില്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് വരാം. ഇതിൻ്റെ എൻ്റെ എത്താനാകുമ്പോൾ ഒരു സാധനമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കോണും പ്ലസ് ഈ ഒരു ചോക്ലേറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഐസ്ക്രീം ഫുള്ള് തിന്ന് തീർത്തത്. അപ്പോൾ ബൈ ഗൈസ്.